ഹലോ, ഞാനപ്പോൾ ഡിസംബറിൽ ഇൻഡോർ സീഡ് സ്റ്റാർട്ടിങ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. സ്പ്രിങ് ഗാർഡൻ പ്രിപ്പറേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ നമ്മുടെ ഡിസംബറിൽ ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ ഹീറ്റ് വേണ്ട സീഡ്ലിങ് മാത്രമേ ഞാൻ വീടിനകത്ത് നമ്മുടെ ഹീറ്റ് മാറ്റൊക്കെ ആയിട്ട് വെക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടൊമാറ്റോയും, ഇത് നമ്മുടെ ടൊമാറ്റോ സീഡാണ്. ഇത് നമ്മുടെ ടീ ഉണ്ടാക്കാനുള്ള അതാണ്. അത് വേറൊരു ടൊമാറ്റോയുടെ സെറ്റ്, ഇത് ടൊമാറ്റോ എന്ന് പറഞ്ഞ സെറ്റ്, ചെറി ടൊമാറ്റോയുടെ സെറ്റ്. അപ്പം അങ്ങനെ എല്ലാ സീഡ്ലിങ്ങും, സിലാൻഡ്രോ, പിന്നെ നമ്മുടെ ഡില്ല്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസംബറിൽ ചെയ്തത്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റും കൂടി കാണിക്കാം. ഇപ്പോൾ ഫെബ്രുവരി ആയി, അപ്പോൾ ജനുവരിയിൽ സീഡിൻ്റെയും കൂടെ കാണിക്കാം. ഓക്കെ, ഞാൻ സീഡ് നട്ട അത് കാണിച്ചില്ലേ. അപ്പം നമ്മുടെ ഇൻഡോർ സീഡ് ഞാനിവിടെ ഇങ്ങനെ, എൻ്റെ ഒരു മിനി ഗ്രീൻ ഹൗസാണത്. പിന്നെ ഞാനൊരു മിനി ഗ്രീൻ ഹൗസ് സെറ്റപ്പ് ഇവിടെ ടേബിൾ മേലും ഉണ്ടാക്കിയിട്ടുണ്ട്. So I'm going to show you an update of how our seeds are doing. നമ്മൾ ആദ്യം ചെയ്ത സീഡിങ്സ് ആണ് ടൊമാറ്റോ, പെപ്പർ, ടൊമാറ്റോ, കുക്കുമെലോൺ ഒക്കെ കാണിച്ചില്ലേ. അപ്പോൾ അതിൻ്റെയാണിത് ഇതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ ഡിസംബറിലും ജാനുവരിയിലും നട്ട സീഡുകളാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ടൊമാറ്റോ ഉണ്ട്, പെപ്പർ ഉണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ്, കുക്കുംബർ, കുക്കുമെലോൺ, നമ്മുടെ ഡില്ല്, സിലാൻഡ്രോ. അപ്പോൾ ആദ്യം നട്ടതെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഓവറോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ബിഗിനർ ഗാർഡനർ ദിസ് ഈസ് എ സക്സസ്, ബിക്കോസ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 4 സീഡ് ഇട്ടപ്പോൾ 2 or 3 ജെർമിനേറ്റ് ചെയ്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഓബ്വിയസ്. 2 or 3 ദാറ്റ്സ് ഫൈൻ. അത് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ഒരു സീഡൊക്കെ ബാഡായിരിക്കും. അപ്പോൾ നമ്മുടെ എഗ് പ്ലാന്റ് ആണത്. എഗ് പ്ലാന്റ് ഉണ്ട്. പിന്നെ അപ്പോൾ എല്ലാം നമ്മുടെ സാലഡ് ഗ്രീൻസ് ആണത്. പിന്നെ പെപ്പർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റിയുടെയും പെപ്പർ പിടിച്ചു. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ബാഗി മെത്തേഡ് കാണിച്ചപ്പോൾ പിടിക്കാത്ത, ജെർമിനേറ്റ് ചെയ്യാത്ത സീഡ് ഞാൻ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പതുക്കെ കാണിക്കാം. അതും ഇപ്പോൾ പതുക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായപ്പോൾ. സോ ഓവറോൾ ഐ എം പ്രിറ്റി ഹാപ്പി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇൻഡോർ സീഡ് സ്റ്റാർട്ടിങ് സംരംഭം നന്നായിട്ട് പോയി. അപ്പോൾ ഡിസംബറിൽ ഞാൻ ചെയ്തു, ജനുവരിയിൽ ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ ഇവിടുത്തെ പ്ലാന്റിങ് ഗൈഡ് അനുസരിച്ച് കുറച്ച് സീഡ്സ് ഞാൻ ഫെബ്രുവരിയിൽ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ വീഡിയോ റിലീസ് ചെയ്യാനായിട്ട് ഇച്ചിരി സ്ലോ ആയിരുന്നു. അപ്പോൾ ജനുവരിയിൽ 2-3 സീഡ് ഞാൻ ഗ്രോ ചെയ്തതും ഒരു മെത്തേഡ് ഓഫ് സീഡ് ജെർമിനേഷനും റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ ഞാൻ റിലീസ് ചെയ്യാം. സോ that's how our seeds look like in this mini greenhouse. ഇത് നല്ല ഒരു സെറ്റപ്പാണ് ഈ മിനി ഗ്രീൻ ഹൗസ്. അപ്പോൾ ഞാൻ ടേബിളിലും ഇതിപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ചെയ്തിട്ട് കുറച്ച് സൂര്യപ്രകാശം ഉള്ളപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് കുറച്ചും കൂടെ അത് വലുതാവുമ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നെടുത്ത് നമ്മുടെ മിനി ഗ്രീൻ ഹൗസിലേക്ക് മാറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ അകത്തുനിന്ന് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വേ ടു ഹെൽപ്പ് പ്ലാന്റ്സ് അക്ലിമറ്റൈസ് വിത്ത് ദി എൻവയൺമെൻറ്റ്. അപ്പോൾ നമുക്ക് മാർച്ചിൽ ഗ്രോയിങ് സീസൺ ആകുമ്പോൾ
പിന്നെ സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഗാർഡൻ ബെഡിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പതുക്കെ അതിനെ കുറേശ്ശെ സൂര്യപ്രകാശമൊക്കെ കാണിച്ചിട്ട് വേണം ഗാർഡൻ ബെഡിലേക്ക് ചെയ്യാനെന്നാണ് പറയണത്. ഇനി ഇതിപ്പോൾ നമുക്ക് പതുക്കെ ബാക്ക് യാർഡിൽ നമ്മുടെ ലെമൺ ട്രീ, ലൈം ട്രീയുടെ ഏരിയയിൽ ഞാൻ ഗാർഡൻ ബെഡൊക്കെ സെറ്റ് ചെയ്ത് ആദ്യം നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ചെയ്തതാണ്. ഇത് ഹെർബ് ബെഡാണ്. അപ്പോൾ നമ്മുടെ ദില്ലും ഫെനലുമാണ് ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിൻ്റർ ആയപ്പോഴത്തേക്കും ഇങ്ങനെ അഗ്രികൾച്ചർ ഫാബ്രിക് ഇട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. ആൻഡ് ദെൻ ഇപ്പോൾ ഞാൻ ഇന്ന് തുറന്നതാണ്, ബിക്കോസ് ഇന്ന് നല്ല ടെമ്പറേച്ചറാണ്. സോ അതുകൊണ്ടിട്ട് തുറന്നതാണ്. പക്ഷേ തണുപ്പ് വരുന്ന കൊണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. നൈറ്റിൽ നമുക്കത് കവർ ചെയ്ത് തന്നെ ഇടണം. ഇത് നമ്മുടെ സാലഡ് ഗ്രീൻസൊക്കെ പിടിച്ചിട്ടുണ്ട്. ലെറ്റസ്, സ്വിസ് ചാർഡ്, കെയില്, എല്ലാ ഗ്രീൻസും പിടിച്ച് വരുന്നുണ്ട്. സോ ഫാർ എവറിത്തിങ് ലുക്സ് ഗുഡ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിൻ്റർ നമ്മുടെ പ്ലാന്റ്സ് സർവൈവ് ചെയ്തു. ഇത് നമ്മുടെ പയർ വർഗ്ഗങ്ങൾ നട്ട സ്ഥലമാണത്. നമ്മുടെ ഇത് കുറച്ച് തണുപ്പിൻ്റെ ഇതുകൊണ്ടിട്ട് ഇലകളിങ്ങനെ പേപ്പർ പോലെ ആയി. ബട്ട് ദാറ്റ്സ് ഫൈൻ, പുതിയത് വരും. സോ ഈ സ്പ്രിങ് ആകുമ്പോഴത്തേക്കും പുതിയ ഇലകൾ വരും. പിന്നെ നമ്മുടെ സ്പിനച്ചും, ഇത് നമ്മുടെ റാഡിഷ് പതുക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഈ സെക്കൻഡ് ഞാൻ സക്സഷൻ പ്ലാന്റിങ് ചെയ്തതാണ് ഈ ബെഡ്. അപ്പോൾ രണ്ടാമത് റാഡിഷ്, ബീറ്റ്, സ്പിനച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ സേഫാണ്. ആൻഡ് ദെൻ ഗാർലിക്ക്. സോ ഗാർലിക്കും ക്യാരറ്റും നട്ട വീഡിയോ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് നൗ. അപ്പോൾ ഇത് നമ്മുടെ ഹെർബ് ബെഡ്. പാഴ്സ്ലി, സിലാൻഡ്രോ, തൈം, ഒറിഗനോ, സേജ് എല്ലാം. എവറിത്തിങ് ലുക്സ് റിയലി ഗുഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ റോ കവർ ഇനിയും നമുക്ക് ഒരു മാസമല്ല, ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്കും റോ കവറൊക്കെ മാറ്റാൻ പറ്റും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൈൻ. സോ ദിസ് ഈസ് മൈ അപ്ഡേറ്റ്. അപ്പം നമ്മൾ നട്ട ചെടികളും സീഡുകൾ, ഡയറക്റ്റ് സോ ചെയ്ത സീഡും പിന്നെ നമ്മുടെ മിനി ഗ്രീൻ ഹൗസിലുള്ളതും കാണിച്ചു. സോ that's all for this week. So see you in the next video. Bye.